ആദ്യമായിട്ടാണ് കുമാർ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്? ആണോ, ഫസ്റ്റ് ടൈം? ശരിക്ക് എസ് കുമാർ, ലാൽ ജോസ് ടീമിന്റെ മീശ മാധവൻ, പിന്നെ പട്ടാളം, അങ്ങനെ കുറെ സിനിമകളുണ്ട്. ലാൽ ജോസ് ഈ അടുത്ത ഏതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാമറമാൻ എസ് കുമാറാണ്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു മാനസികമായിട്ടുള്ളൊരു ഐക്യം. ഇപ്പോൾ ചാക്കോച്ചനായിട്ട് ഒരുമിച്ച് 3-4 ചിത്രങ്ങൾ. ശരിക്കും സിനിമകൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമിതയായിട്ട് ആദ്യത്തെ സിനിമ നിങ്ങൾ ആ ഒരു ബാച്ചിൽ സിനിമകൾ ഒരു ലൊക്കേഷനിൽ വരുന്ന ഒരു കൂട്ടായ്മ. ജയസൂര്യ, അനൂപ് മേനോൻ കൂട്ടുകെട്ട് പറഞ്ഞ പോലെ തന്നെ ബിജു മേനോൻ, ചാക്കോച്ചൻ കൂട്ടുകെട്ട്. ഇപ്പോൾ ബിജു മേനോന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ എന്തൊരു കാര്യം സംസാരിച്ചപ്പോൾ ബിജു എൻ്റെ അടുത്ത് പറഞ്ഞു, ചാക്കോച്ചനും ഞാനും കൂടിയുള്ള നല്ല പ്രോജക്റ്റ്, അങ്ങനെയുള്ള സംഭവം അത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനും ചാക്കോച്ചനും കൂടിയുള്ളൊരു പ്രോജക്റ്റാണ് എനിക്ക് കുറച്ചുകൂടി, ആരെക്കാൾ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമുള്ളതാണ്. അതെന്താണ് അങ്ങനൊരു മാനസികമായിട്ടുള്ള നിങ്ങളൊരു ഈ രാശിപ്പെടുത്തം നോക്കിയിട്ടാണോ? ഇല്ലല്ലോ, ഒരിക്കലും അല്ല. കാരണം അതിന്റെ ഒരു കഥ പറയണമെങ്കിൽ കുറച്ചുകൂടെ റിവൈൻഡ് ചെയ്യണം. സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം. ഒരു ദിവസം ബിജു എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളത്തുള്ള ഏതൊരു സ്കൂളിൽ, ബിജുവിന്റെ ബ്രദറിന്റെ മകൾ പഠിക്കുന്ന സ്കൂള്, അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ, അതിന് നീ പോകാൻ പറ്റുമോ? ഞാൻ ശരി പോകാമെന്ന് ഞാൻ സമ്മതിച്ചപ്പോൾ തന്നെ. അപ്പോൾ പ്രിയ എന്നോട് ചോദിച്ചു, നിങ്ങളൊന്ന് ഭയങ്കര ഫ്രണ്ട്സാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ബിജു എന്നെ ആദ്യമായിട്ടാണ് ഫോണിൽ വിളിക്കുന്നത്. പിന്നെന്താ അപ്പം തന്നെ സമ്മതിച്ച പോകാം? എനിക്കറിയില്ല, എനിക്കപ്പോൾ തോന്നി, അങ്ങനെ സമ്മതിച്ച് പോയി. അപ്പൊ അങ്ങനെ എന്തോ ഒരു സംഭവം നേരത്തെ പോലെ തന്നെ ഞങ്ങൾ തമ്മിലൊരു സിങ്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ആകപ്പാടെ കാണുന്നത് അമ്മയുടെ ഫംഗ്ഷൻസിൽ, അമ്മയുടെ ഷോയ്ക്കും മീറ്റിങ്ങിനൊക്കെ ഉള്ളൂ. അപ്പൊ പോലും വെറുതെ ഹായ് ഹലോ എന്ന് പറഞ്ഞൊരു അടുപ്പം മാത്രമേ ഉള്ളൂ. പിന്നീട് സീനിയേഴ്സാണ് ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതിൽ ഒന്ന് ശരിക്കും അടുത്തറിയാൻ സാധിച്ചു. പിന്നെ മല്ലു സിംഗിൽ ഒരുമിച്ചുണ്ടായിരുന്നു, ഓർഡിനറി, പെർഫോമൻസ്, സ്പാനിഷ് മസാല, 3 ഡോട്ട്സ്. അപ്പൊ അങ്ങനത്തെ ഉള്ള സിനിമകളൊക്കെ അഭിനയിച്ചപ്പോൾ ഇതിൽ മിക്ക സിനിമകളും വൻ വിജയങ്ങളായിരുന്നു ദൈവം സഹായിച്ചു. അപ്പോൾ അതില് ഒരിക്കലും ഒരാള് മറ്റേയാളെ ചവിട്ടി നിന്ന് മേളിൽ നിൽക്കണം അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇപ്പം ഇതിൽ ഹീറോ എന്ന് പറയുന്ന ആരാണ്, അല്ലെങ്കിൽ സപ്പോർട്ടിങ് ചെയ്യുന്ന ആരാണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഈ ഡയലോഗ് നീ പറയാ, മറ്റേ ഡയലോഗ് നീ ചെയ്തോ, ഈ ഹ്യൂമർ അത് നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു എല്ലാ രീതിയിലും, എല്ലാ അർത്ഥത്തിലും. പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്നാണെന്ന് മാത്രമായിരുന്നു നമ്മുടെ മുമ്പിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഈഗോ എന്നുള്ളതിന് മാറ്റി നിർത്തി കൂട്ടായ ഒരു വിജയം എന്ന് പറയുന്നതാണ് മുൻഗണന കൊടുത്തത്. അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു ഇപ്പൊ ബിജു മേനോൻ മാത്രമായിട്ടൊരു സിനിമ ചെയ്താൽ അത് ബിജുവിനൊരു പേടി, അല്ലെങ്കിൽ ചാക്കോച്ചൻ മാത്രമായിട്ട് ചാക്കോച്ചനൊരു സിനിമ ചെയ്താൽ അത് എന്റെ പെടലേക്ക് വരും, അല്ലെങ്കിൽ മറ്റത് ചെയ്താൽ അത് എന്റെ പെടലേക്ക് വരും, അല്ലെ രണ്ടുപേരും കൂടിയാണെങ്കിൽ പിന്നെ അങ്ങനെ ഷെയർ ചെയ്ത് പോകും, അങ്ങനെ ഒരു തീരുമാനത്തിലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെയൊന്നും. നല്ലത് വന്നാലും ചീത്ത വന്നാലും ഷെയർ ചെയ്ത് സ്പ്ലിറ്റാക്കി വിടാം എന്നുള്ള സംഭവമല്ല. ചാക്കോച്ചൻ സീനിയേഴ്സ് എന്ന് പറഞ്ഞ മൂവിയില് കലാലയ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങൾ കലാലയ ജീവിതത്തിൽ? സീനിയേഴ്സിൽ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോളേജിലേക്ക് തിരിച്ചു വരുന്ന സുഹൃത്തുക്കളുടെ കഥയാണ്. അത് യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. കാരണം കോളേജ് ലൈഫ് ഡിഗ്രി കഴിഞ്ഞിട്ട് മിസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അന്ന് കോളേജിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കാതെ പോയി, അതെല്ലാം ഈ സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. കുറെ ഈ പറഞ്ഞ പോലെ കുട്ടി കുറുമ്പുകൾ, ഈ പറഞ്ഞ പോലെ സമരം ചെയ്യാനായിട്ട്. ഞാൻ കോളേജിൽ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു സമരത്തിന് പോവുക, എന്തെങ്കിലും ഒരു അടിയിടി സംഭവങ്ങൾ. കാരണം 2 മെയിൻ രാഷ്ട്രീയ പാർട്ടികളിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവർ തമ്മിലാണ് ഇഷ്യൂസ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യുക എന്നുള്ള പറയുന്നതാണ് എന്റെ ജോലി. അപ്പൊ ആരെ ഇടിക്കാനുള്ളൊരു സ്കോപ്പ് എനിക്കില്ല. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ സീനിയേഴ്സിൽ അഭിനയിച്ചപ്പോൾ ഈ പറയുന്ന കുഞ്ഞു സാധനങ്ങൾ, ഇപ്പം ക്ലാസ് കട്ട് ചെയ്ത് സമരത്തിന് പോവുക, അല്ലെങ്കിൽ അടി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് വോളിബോൾ കളിക്കുക എന്ന് പറയുന്ന നമ്മൾ കോളേജിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ മഹാരാജാസ് എന്ന് പറയുന്ന ഒരു കോളേജിൽ, അതിൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കോളേജിൽ കാണാത്ത പല ഏരിയകളും സിനിമ ഷൂട്ടിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിലാണ് പഠിച്ചത്, സെന്റ് ബെർക്ക്മാൻസ് കോളേജ്. അപ്പോൾ ഡോക്ടർ ലവ് എന്ന് പറയുന്ന സിനിമ അവിടെ ചെയ്യുമ്പോൾ സെന്റ് ബെർക്ക്മാൻസ് കോളേജിന്റെ മെയിൻ ബിൽഡിംഗിൽ ഏറ്റവും മുകളിൽ യേശു ക്രിസ്തുവിന്റെ ഒരു രൂപമുണ്ട്.
കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ അടുത്തുപോലെ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ ഏറ്റവും മേളിൽ യേശു ക്രിസ്തുവിന്റെ രൂപത്തിനടുത്തെത്തി തൊട്ടു തിരിച്ചു വന്നു. അപ്പൊ അതൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ കോളേജിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ കോളേജിൽ എന്തൊക്കെ നമ്മൾ കാണുകയോ അല്ലെങ്കിൽ പോവുകയോ ചെയ്യാത്ത സ്ഥലങ്ങൾ, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കോളേജിൽ പോയോ? ഇല്ല, പോയിട്ടില്ല. നെക്സ്റ്റ് ഇയർ. കോളേജിൽ എന്താണ് സ്വപ്നങ്ങൾ? കോളേജിൽ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ഒരു ക്യാമ്പസാണ് എക്സ്പെക്ട് ചെയ്തത്? മിക്കവാറും പോകുന്നത് വിമൻസ് കോളേജിൽ തന്നെയായിരിക്കും, ട്രിവാൻഡ്രത്ത്. ആണോ? അപ്പൊ പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. സ്വപ്നങ്ങളിലുള്ള പുരുഷൻ എത്രക്കാരനാണ്? ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം, നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കണം, അത്രയ്ക്ക്. വെള്ളോടി അതൊന്നും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഓവറാവരുത്, അത്രയും. വല്ലപ്പോഴും കഴിയും. വല്ലപ്പോഴൊക്കെ കഴിക്കും. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇത് ന്യൂ ജനറേഷൻ. സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ പെണ്ണുപിള്ളയുടെ അടുത്തൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട് വെള്ളമടിക്കുന്ന വെള്ളമടി എന്നൊക്കെ പറഞ്ഞു. ഇതാണ് അല്ലേ ഇത്രയും ഇതൊക്കെ തുടങ്ങണേ കുറച്ച് കഴിയുമ്പോ ഷൂട്ടിങ്ങൊക്കെ കഴിയുമ്പോ അപ്പുറത്ത് പാളൊഴിച്ച്. കോച്ചിന്റെ ഡയറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? ഡയറ്റിംഗ് എന്ന് പറയാനായിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എന്റെ ഭാര്യ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആളുമാണ്. അപ്പം എനിക്ക് വണ്ണം കൂടുന്നെന്ന് തോന്നി തുടങ്ങിയാൽ അന്ന് മുതൽ ഞാൻ നോയമ്പെടുക്കും. അപ്പം ആൾക്കാർ ചോദിക്കുമോ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള പയസ് ആയിട്ടുള്ള ഒരു പയ്യൻ. ബേസിക്കലി നോയമ്പിന്റെ പിന്നിൽ ഈ പറയുന്നൊരു ഗൂഢലക്ഷ്യം കൂടിയുണ്ട്, വണ്ണം കുറയ്ക്കുക എന്നുള്ളത്. പിന്നെ കൂട്ടത്തിലൊരു പുണ്യം കൂടെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ പോരട്ടെ, എന്തിനു കളയുന്നു എന്നുള്ളതല്ലേ. ഓട്ടത്തിനിടയ്ക്ക് ചാട്ടം. അതെ, ഓട്ടത്തിനിടയ്ക്ക് ഒരു ചാട്ടം. നന്നായിട്ട് ഭക്ഷണം കഴിക്കും, വണ്ണം കൂടുന്നു തോന്നുമ്പോൾ അപ്പോൾ ഒരു ഡയറ്റ് അല്ലെങ്കിൽ നോയമ്പ് തുടങ്ങുകയും ചെയ്യും. ഹൈറ്റ് ഒരു പ്രോബ്ലം ആയിട്ട് ഹൈറ്റൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. അതെ, ഞങ്ങൾ ചോദിക്കുന്നു. പിന്നെ സെയിം ബീച്ച്. ഞങ്ങൾ ആലപ്പുഴക്കാര് ഹൈറ്റ് ഇല്ലായ്മയും മുടിയില്ലായ്മയും ഒരു ഫാഷനാക്കി മാറ്റിയ ആൾക്കാരാണ്. നമിത ഈ പടത്തിൽ അഭിനയിക്കുമ്പോ ഒരു ഇപ്പൊ ആട്ടിൻകുട്ടിയുടെ കാര്യം മാത്രമേ പറഞ്ഞോളൂ, ഇതിനകത്ത് കുറെ പുള്ളിപ്പുലികളുണ്ടായിരുന്നു. ഈ പുള്ളിപ്പുലികൾ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിപ്പുലികളൊക്കെ ഭയങ്കര സംഭവമല്ലേ. അയ്യോ, അത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്ന് ഓഡിയൻസിനടുത്ത്. ഇർഷാദേട്ടൻ, മൂത്ത പുലി ഇർഷാദ്, നടുവിലാൻ ഷിജു, ഏറ്റവും ഇളയത് ജോജു മാള. സോറി, മാള എന്ന് പറയാൻ പാടില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞു. ജോജു. ജോജു. അങ്ങനെ 3 ചേട്ടന്മാരാണ് പുള്ളിപ്പുലികൾ. എനിക്ക് തോന്നുന്നത് 3 പേർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രത്യേകതകൾ ഈ സിനിമയിലുണ്ട്. അവരുടേതായിട്ടുള്ള ഒരു പ്രണയങ്ങളുണ്ട്, അവരുടെ ഒരു ജീവിത രീതികൾ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് വളരെ ഹിലേറിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഒരുപാട്. ശരിക്കും ഇർഷാദ് മാത്രമാണ് സിനിമയിൽ നായകനായിട്ട് ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ളൂ. ഷിജു നായകനായിട്ട് വന്ന ആളാണ്. ഷിജു ഇഷ്ടമാണ് 100 വട്ടത്തില്. ശരിയാണ്. അപ്പം അതിനുശേഷം അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ ഒരു നായകനിരയിൽ അല്ലെങ്കിൽ ടൈറ്റിൽ റോളുകളിലേക്ക് അങ്ങനെ ഒരു 3 കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധേയരല്ലാത്ത അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇങ്ങനെ സ്റ്റാർസിന്റെ അല്ലെങ്കിൽ ഒരു ഹീറോസിന്റെ ലെവലിൽ അധികം കളിക്കാത്ത 3 പേരെ വെച്ചിട്ട് സിനിമയിൽ ആ ടൈറ്റിൽ റോൾ ചെയ്യിപ്പിക്കാനുള്ള ധൈര്യം എന്തായിരുന്നു ലാൽ ജോസിന്റെ? അല്ല, ലാലു എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റാർ വാല്യൂ ഒരിക്കലും കൺസിഡർ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. ലാലുവിനെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് സ്റ്റാർ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത് തന്നെയാണ്. അത് എന്റെ അടുത്ത് ലൊക്കേഷനിൽ ഞാൻ വന്നപ്പം ഈ പറഞ്ഞ പോലെ നല്ല താടിയും കട്ടി മീശയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ തന്നെ ചെന്നം പിന്നെ വെട്ടി തുണ്ടന്നുണ്ടാക്കി കളഞ്ഞു, മുടിയാക്കി വെട്ടി കളഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്, നീ നിന്റെ ആദ്യത്തെ പടത്തിൽ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഇതിൽ നിനക്കുള്ള ട്രീറ്റ്മെന്റ് എന്നുള്ളത്. വെയിലത്ത് നിർത്തുക, വെയില് ശരിക്കും കൊള്ളുക, അങ്ങനത്തെ സംഭവങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളായി കഴിഞ്ഞാൽ കിട്ടാവുന്ന ചില ഫാൻസിഫുൾ സാധനങ്ങളുണ്ട്, ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിവെക്കുക. കാരണം അവിടെ അതിനുള്ള സ്കോപ്പും ഇല്ല. കംപ്ലീറ്റ് വള്ളത്തിലും വെള്ളത്തിലും മഴയത്തും വെയിലത്തും കാറ്റിലുമാണ് സംഭവങ്ങൾ. അപ്പൊ ഈ ഫെസിലിറ്റീസിനുള്ള ഒരു സ്കോപ്പും ഇല്ല. അപ്പം നമ്മളൊരു ആദ്യത്തെ പടത്തിൽ ഒരു ആദ്യത്തെ ആള് എന്നുള്ള നിലയിൽ എങ്ങനെയാണോ വന്നത് അതേപോലെ ആയിരിക്കണം ഈ സിനിമയിൽ. റെമ്യൂണറേഷൻ അങ്ങനെ തന്നെയായിരുന്നു അതിന്റെ പടത്തിന്റെ? ഇല്ലില്ല, ആദ്യത്തെ വലിയ മാറ്റം. അല്ല, ഇതെല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്ത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ലാലുവിന്റെ പടത്തിൽ ലാലു എന്നോടാണ് ചോദിക്കുന്നത് നിനക്ക് എന്താണെന്നുള്ളത് നീ പറയാൻ, അല്ലെങ്കിൽ ഞാനിത് തരുന്നു എന്നുള്ളതൊന്നുമല്ല. അതില് പുള്ളി പ്രൊഫഷണലാണ്. അപ്പൊ അതൊക്കെ പേടിക്കണ്ട കേട്ടോ. പ്രൊഫഷണലാണ്. ഈ
അടുത്തിടെ ഒരു ന്യൂസ് ഉണ്ട്, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന്. ഞാനോ? താങ്കൾ അത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. കാരണം ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കയറുന്നു, പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നു. ഞാനും ഞെട്ടിപ്പോയി. കാരണം അത് വലതുപക്ഷമായിരുന്നു. വലതുപക്ഷത്തിലേക്ക് അല്ല, അങ്ങനെ ഒരു പക്ഷം എന്ന് പറയുന്ന രീതിയിൽ ഞാൻ അനൗൺസ് ചെയ്തിട്ടേ ഇല്ല. അത് പത്മകുമാർ സംവിധാനം ചെയ്യുന്ന നിഷാദ് കോയ, ഓർഡിനറിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ നിഷാദ് കോയ എഴുതുന്ന ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറാണ് പോളി എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരു ഇടതുപക്ഷ സഖാവാണ്. അപ്പൊ അതിനൊരു അനൗൺസ്മെന്റ് ആൾക്കാർ തെറ്റിദ്ധരിച്ചതാണ് ഇത് പറയുന്ന പോലെ. ആരെങ്കിലൊക്കെ പാർട്ടിക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാ പാർട്ടികളും നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, നമുക്ക് സ്നേഹമുള്ള ആൾക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. അവരാഘോഷിച്ചോ? ഇല്ല, അങ്ങനെയുണ്ട്.